സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ അറ്റാക്ക് ഓൺ ആർമി സീരീസിൽ അബ്നോർമലായ ടൈറ്റൻസ് എന്ന് പറഞ്ഞാൽ ടൈറ്റൻ ഷിഫ്റ്റേഴ്സ് അല്ലാത്ത അബ്നോർമലായിട്ടുള്ള ടൈറ്റൻസ് മനുഷ്യരെ ആക്രമിക്കുന്നതും അതിലത്തെ മനുഷ്യരെ ഭക്ഷിക്കുന്നതും കൊല്ലണതും തിന്നണതൊക്കെ കണ്ടുണ്ടോ? പക്ഷേ പലരും വിചാരിച്ചിരിക്കുന്നത് അത് ടൈറ്റൻസിന് വിശന്നിട്ടാവും, അല്ലെങ്കിൽ ആ ഒരു വെപ്രാളം കൊണ്ടാവും കഴിക്കണമെന്നാണ്. പക്ഷേ അതല്ല അതിന് കാരണം, പ്രോപ്പറായിട്ടുള്ളൊരു കാരണമുണ്ട് അതിന്. അപ്പോൾ ആ ഒരു കാരണമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ മലയാളത്തിൽ ഇതുപോലുള്ള ആനിമി കണ്ടൻറ്റുകളൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നാൽ മാത്രമാണ് നമുക്കൊരു മോട്ടീവ് ഉണ്ടാവുള്ളൂ ഇനി വീഡിയോ ഇടാൻ. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്തുകൊണ്ടാണ് ഈ അബ്നോർമലായ ടൈറ്റൻസ് മനുഷ്യരെ കഴിക്കുന്നത്? അപ്പോൾ നിങ്ങൾ എപ്പോഴും കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ അവർ ഒറ്റയടിക്കല്ല മിക്ക മനുഷ്യരും ഭക്ഷിക്കുന്നത് അല്ലെങ്കിൽ കഴിക്കുന്നത്, പകുതിക്ക് വെച്ച് കടിക്കുക ചെയ്യുക. അതുപോലെ തന്നെ അവർ വിഴുങ്ങാണ് ചെയ്യുക, ചവച്ചരച്ച് കഴിക്കുക. അങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഒന്നെങ്കിൽ പകുതിക്ക് കടിച്ചിട്ട് വിഴുങ്ങും, അല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങോട്ട് വിഴുങ്ങി കടിച്ച് വിഴുങ്ങുക, അങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഇറൻ്റെ കാര്യം തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഇറൻ്റെ കൈ കടിച്ച് പുറത്തേക്ക് ഇട്ടിട്ടാണ് വിഴുങ്ങാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അവർ വിഴുങ്ങാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചവച്ചരിക്കണില്ല. അപ്പോൾ അവർക്ക് വിശന്നിട്ടല്ല അതിന് കാരണം. മറ്റൊരു കാരണമുണ്ട്. ഈ ടൈറ്റൻസ് എങ്ങനെ ആവണം എന്നുള്ള റീസൺ പലർക്കും അറിയാം. ആനിമി കണ്ട് തീർത്തവർക്ക് മനുഷ്യരാണ് ഈ ടൈറ്റൻസായി മാറുന്നത്. നമ്മുടെ സീക്ക് അതുപോലെ തന്നെ റോയൽ ബ്ലഡ് ഇഞ്ചെക്ട് ചെയ്ത് സ്പൈനൽ ഫ്ലൂയിഡ്സ് അങ്ങനെയാണ് ടൈറ്റൻസായി മാറിയിരിക്കുന്നത്. അപ്പോൾ ഈ ടൈറ്റൻസ് ആകുമ്പോൾ അവരുടെ ഉള്ളിൽ ഹ്യൂമാനിറ്റിയുടെ ചെറിയൊരു അംശമുണ്ട്. അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ OVA എപ്പിസോഡുണ്ട്, അറ്റാക്ക് ഓൺ ടൈറ്റൻ്റെ OVA എപ്പിസോഡുണ്ട്, ഇല്ലീസ് ഡയറി അങ്ങനെ എന്തൊരു പറഞ്ഞൊരു എപ്പിസോഡുണ്ട്. അതിൽ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അതിൽ ആ ടൈറ്റൻ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ അബ്നോർമലായ ടൈറ്റൻസിനൊക്കെയും ചെറിയൊരു മെമ്മറി ഉണ്ട്. അപ്പോൾ അവരുടെ ടൈറ്റൻസ് ഷിഫ്റ്റിലേക്ക് നടക്കുമ്പോൾ പറഞ്ഞാൽ അവർ മനുഷ്യരിൽ നിന്ന് ടൈറ്റനായി മാറി ആ ഒരു നിമിഷം അവരുടെ അബ്നോർമൽ മൈൻഡിൽ അവർക്ക് ഉള്ളിലുണ്ടെന്ന് പറഞ്ഞാൽ ഈ ടൈറ്റൻ ഷിഫ്റ്റേഴ്സിനെ കഴിച്ചാൽ മാത്രമാണ് അവർക്ക് വീണ്ടും അവരുടെ മനുഷ്യരൂപം എന്താ പറയുക കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ആർമീൻ ബെർത്തലോത്തിനെ കഴിച്ചതിന് ശേഷമാണ് ആ ബോഡി ആർമി മനുഷ്യനായി മാറുന്നത്. അതുപോലെ തന്നെ ടൈറ്റൻ ഷിഫ്റ്റേഴ്സിനെ കഴിച്ചാൽ മാത്രമാണ് അവർക്ക് വീണ്ടും മനുഷ്യനായി മാറുള്ളൂ എന്നുള്ള ആ ഒരു ഉൾവിളി അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് അവർക്ക് ടൈറ്റനായി മാറുമ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് അവർ മനുഷ്യരെ കഴിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കഴിക്കുന്ന മനുഷ്യരിൽ ആരെങ്കിലും ഒരാൾ ടൈറ്റൻ ഷിഫ്റ്റർ ഉണ്ടാവും. അപ്പോൾ അവരെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീണ്ടും മനുഷ്യരായി മാറാമല്ലോ, ഈ ഒരു റീസൺ കൊണ്ടാണ് അവർ കഴിക്കുന്നത്. അല്ലാണ്ട് അവർക്ക് വിശന്നിട്ടല്ല. ഇപ്പോൾ അതുകൊണ്ടാണ് അവർ കടിച്ച വഴിക്ക് കടിച്ച് കൊന്ന് വിഴുങ്ങുന്നത്. അല്ലാണ്ട് ചവച്ചരച്ച് ഫുഡ് ടേസ്റ്റ് ചെയ്യണ പോലെ അവർ ടേസ്റ്റ് ചെയ്യാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ് ഞാൻ തന്നേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, ഇതുപോലുള്ള വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.